ഗൈസ്, നമ്മൾ അങ്ങനെ ആദ്യമായിട്ട് വണ്ടി എടുത്തു അഹമ്മദാബാദിൽ വന്നിട്ട്. ചെസ്റ്റ് മൗണ്ട് ഞാൻ വെറുതെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതാണ്, അതിപ്പോൾ ഉപകാരപ്പെട്ടു. അയ്യോ, നോക്കാം, ഒന്നും പറ്റരുതേ. ഇവിടുത്തെ അന്തം കുന്തം ഇല്ലാത്ത ഡ്രൈവറുകളാണ് എല്ലാവരും. നമ്മളിപ്പോൾ സിന്ധു ഭവൻ റോഡിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെയൊക്കെ നല്ലവണ്ണം ലൈറ്റിംഗ് ഒക്കെ വെച്ച് ഇതായിട്ടില്ല. അല്ല, മാർക്കറ്റിൻ്റെ പേരെന്തായിരുന്നടി? മണിനഗർ സിന്ധി മാർക്കറ്റിന് അവിടെ നല്ല കളർഫുൾ ആയിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് സിന്ധു ഭവൻ അല്ലേ? സിന്ധു ഭവൻ റോഡിൽ. അപ്പോൾ ഇന്ന് ദീപാവലി ആയതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ്. ദുബൈയിലുള്ളവർക്കറിയാം നമ്മുടെ നാഷണൽ ഡേയിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ UAE മൊത്തം എങ്ങനെയാണ് കളർഫുൾ ആക്കുന്നതെന്ന്. ആ ഒരു രീതിയിലാണ് അവരിവിടെ ദീപാവലിക്ക് വേണ്ടി ഫുൾ അഹമ്മദാബാദ് കളർഫുൾ ആക്കിയിരിക്കുന്നത്. നമ്മളൊരു ബ്രിഡ്ജിലോട്ട് കയറി. ഈ ബ്രിഡ്ജിന്റെ പേരെന്താ? സാരംഗ്പൂർ ബ്രിഡ്ജ്. നല്ല ലൈറ്റപ്പ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ ബ്രിഡ്ജ് എപ്പോഴും ഇങ്ങനെയാണോ അതോ ദീപാവലിക്ക് വേണ്ടി മാത്രം ആക്കിയതാണോ അവര്? അപ്പോൾ ഓക്കെ. ഈ വർഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്തേക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷമൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അന്ന്. ഇവിടെ സിഗ്നൽ എന്ന് പറയുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എല്ലാവർക്കും. ഓക്കെ, അങ്ങോട്ട് തിരിയണം. ബാംഗ്ലൂരിൽ ഓടിക്കുന്നതിനെക്കാട്ടിലും കഷ്ടമാണല്ലോ ഇവിടെ വണ്ടി ഓടിക്കുന്നത്. അല്ല, ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ ഫോണിൻ്റെ മണ്ടയ്ക്ക് ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് വേണം ഓടിക്കാൻ. എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കണ്ട, എപ്പോഴും അങ്ങ് റിങ് ആയിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂട്ട് ഒഴിച്ചു വെച്ചാലും മതി, അതങ്ങ് നിന്നോളും. പിന്നെ ഊരണ്ട. റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹോണടി മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ല, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ചെക്കന്മാർ എന്ത് മര്യാദയ്ക്കാണ് വണ്ടി ഓടിക്കുന്നത്. അല്ല, അവരിടയ്ക്കൊക്കെ വീലിങ് ചെയ്യും, ചിലപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്യും. ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതായിട്ടൊന്നും അല്ലല്ലോ അവന്മാർ ഓടിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ചെക്കന്മാർ ഓടിക്കുന്ന മിക്കവർക്കും അറിയാം എങ്ങോട്ടാണ് വണ്ടി ഓടിക്കുന്നത്, എവിടെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ എവിടെ നിൽക്കുമെന്ന് അവന്മാർക്ക് അറിയാം. ഇവിടെ ഒരു അന്തവും കുന്തവും ഇല്ലാതെയാണ് എല്ലാവരും വണ്ടി എടുക്കുന്നത്. ഇവിടെ ആൾക്കാർക്ക് ലൈസൻസ് എങ്കിലും ഉണ്ടോടി? 16 ലൈസൻസിന്റെ ടൈം. നന്നായി. 16 എൽബോർഡ് ഇട്ടുകൊണ്ട് വണ്ടി എടുക്കാം. അപ്പൊ എൽബോർഡും ഇല്ല. അപ്പൊ പിന്നെ ഈ 16 ആകുമ്പോഴേ അവന്മാര് വണ്ടി എടുത്തോണ്ട് ഇറങ്ങുമെന്ന് പറ. അങ്ങനത്തെ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് 18 ആയപ്പോഴാണോ 16 ആയപ്പോഴാണ് എനിക്ക് ഓർമ്മയില്ല. 2000 ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് എൻ്റെ ലൈസൻസ്. ഇത് എന്താ ലാൽ ദർവാജ മാർക്കറ്റാണ്, നമ്മുടെ സിന്ധി മാർക്കറ്റില്ലേ മണിനഗറില്, അതുപോലത്തെ വേറൊരു ഫേമസ് മാർക്കറ്റാണ് ലാൽ ദർവാജ മാർക്കറ്റ്. ഇവിടെയും ഹോൾസെയിൽ സാധനങ്ങളൊക്കെ കിട്ടും. ഡ്രസ്സസ് ആണെങ്കിലും റത്തൻ പോളിൽ പോകണം. റത്തൻ പോൾ എന്ന് പറഞ്ഞ ഒരു ഏരിയ, ലൈക്ക് ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ഫുൾ ഇങ്ങനെ കുറേ കളക്ഷൻ്റെ ട്രഡീഷണൽ ഡ്രസ്സസ്, സാരീസ്, ഗൗൺസ്, ലെഹങ്കാസ്, ചോലീസ് നല്ല റീസണബിൾ റേറ്റിലൊക്കെ കിട്ടും. അതാണ് പത്തങ് ഹോട്ടൽ. 60 ഡിഗ്രി ഫുൾ ടൈം 24/7 കറങ്ങിക്കൊണ്ടിരിക്കും. ഫേമസ് ഹോട്ടലാണ് ഇവിടുത്തെ ഹോട്ടൽ. യെസ്, ആ ലൈറ്റ് കാണുന്നത്. ഓ, അത് നല്ല കളർഫുൾ. ഓ, ഇവിടെ കാണാൻ എന്ത് ഭംഗിയാ. ഞാൻ ചെസ്റ്റ് മൗണ്ടിലോട്ട് വെച്ചോണ്ട് മിക്കവാറും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഈ ബ്രിഡ്ജിന്റെ പേരെന്താ? നെഹ്റു ബ്രിഡ്ജ്. ഇതാണ് നെഹ്റു ബ്രിഡ്ജ്. ഓക്കെ. പക്ഷെ നല്ല കാശാട്ടോ. അവിടെ ഇത് പോകുന്നതല്ലേ.
ഇത് മറ്റേ ഡ്രോപ്പിങ്ങിന്റെ അല്ലല്ലോ, മണ്ടയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതല്ലേ? നല്ല ഫുൾ സിറ്റിയുടെ നല്ല വ്യൂ ആയിട്ട് കഴിക്കാം. 360 ഡിഗ്രി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കണ്ടിന്യൂസ്. ഓക്കെ അങ്ങനെ. ഓ സിഗ്നല് 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 സിഗ്നല്. ഇവിടെ നിന്നു. ദീപാവലി എന്ന് പറയുമ്പോ ഇവിടെ വന്ന് തന്നെ കാണണം. എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മളിവിടെ ദഹിപൂരി കഴിക്കാൻ വന്നിരിക്കുക. അതെന്താ വെച്ചാൽ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് പറയൂ. ചട്നി, സേവ്, തൈര്, എനിക്കൊന്നും മനസ്സിലായില്ല. പറയാൻ പറഞ്ഞപ്പോ ഗിളുകിളുകിളെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അവിടെ പോയി നിൽക്കുക, അവരുണ്ടാക്കുന്നത്. അത് കാണുമ്പോ എനിക്ക് പിന്നെ മനസ്സിലാവൂല അതെന്തോ പറഞ്ഞു. ഇനി അത് വരട്ടെ, ഞാൻ കഴിക്കാം. അതാ നല്ലത്. റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നതിനെക്കാളും കഴിക്കുന്നതാണ് നല്ലത്. ഓ ഇതാണല്ലേ സാധനം. ഇതൊരു ബൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ഒരു ഫീല്. നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് പോകുമ്പോൾ ബൊക്കെ ഉണ്ടാക്കത്തില്ല, അതുപോലെ ഉണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞങ്ങളുടെ അവിടെ ബൊക്കെ ഇരിക്കുന്നത്. ഇങ്ങനെയാണോ കഴിക്കുന്നത്? കഴിക്ക്. ഇവള് കാണിച്ചു തരുവോ എങ്ങനെ കഴിക്കണ്ടത്? ഇതാ ഡയറി മിൽക്കിന് ആഡ് എടുക്കുന്ന പോലെ ഉണ്ടായിരുന്നല്ലോ. ഇനി എൻ്റെ പീസ്. ഓക്കെ ഞാൻ ദുബൈയിൽ വെച്ച് ഒരു വർഷം കഴിച്ചായിരുന്നു. ഞാൻ ഇവളോട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ തൊട്ട് ഇത് മേടിച്ചാൽ അവസാനം സാധനം കിട്ടി. ഇത് കഴിച്ച് തന്നിട്ട് നമുക്ക് റൈഡ് പിന്നെയും പോകാം. റൈഡ് അല്ലല്ലോ, ഇനി എങ്ങോട്ടാ ഇനി? അപ്പോൾ ഇന്ന് സ്ട്രീറ്റ് ഫുഡും ഡെക്കറേഷൻസും എല്ലാം കണ്ടു പോവാം. അവസാനം ഞാൻ അവൾക്ക് വണ്ടി കൊടുത്തു. കാരണം എനിക്ക് വ്ളോഗും റൈഡിങ്ങും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ അതിനേക്കാളും കഷ്ടമാണ്. എനിവേ ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇതുള്ളത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ. അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാ. അവരും മേടിച്ച് എല്ലാരും കൂടെ ഒരുമിച്ച് മേടിച്ച് ഇത്ര നേരം സമാധാനത്തോടെ വണ്ടി ഓടിക്കായിരുന്നു. ഡമ്മാന്ന് പറഞ്ഞൊരു സൗണ്ട്. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. ദീപാവലിക്ക് അഹമ്മദാബാദ് അങ്ങ് തിളങ്ങി നിൽക്കുക. ഇതേതാ മാർക്കറ്റിലോട്ടാണോ നമ്മൾ കയറുന്നത് ഇപ്പോൾ? അവിടെ കണ്ടോ സ്ട്രീറ്റ് ഫുഡ് ഇന്ന് എൻജോയ് ചെയ്യാൻ പോവാം. ദീപാവലിക്ക് നമ്മൾ സ്ട്രീറ്റ് ഫുഡാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അവിടെ എന്താ സെലിബ്രേഷൻ ആണോ അതോ? പപ്പറ്റ് ഷോ. ഓക്കെ അവിടെ പപ്പറ്റ് ഷോ നടക്കുന്നുണ്ട്. ഇറങ്ങട്ടെ. ഇവിടെ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നല്ലോ ചെസ്സിന്റെ. ചെസ് കോമ്പറ്റീഷൻ പോലത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് പപ്പറ്റ് ഷോ അങ്ങ് നീർന്നു പോയതാണ്. പക്ഷേ ഇവിടെ വേറൊരു പ്രോഗ്രാമുണ്ട്. ഇതല്ലേ എനിക്ക് അന്ന് തന്നത് നീ? വടാപ്പാവോ ഇവിടെ മേടിച്ചു തന്നത് അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താ മേടിച്ചു തന്നെ. അത് ഇതല്ലേ?
എനിക്ക് അറിഞ്ഞൂടാ, അതല്ലേ ചോദിക്കണം എന്താണെന്ന്. പേര് വായിക്കൊള്ളാത്ത പേരുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനെങ്ങനെ പറയാൻ. ഓക്കെ, എനിക്ക് എന്തോ ഡിഷ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. വടാപ്പാവ്. അപ്പം അത് ടേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്തുവാ? കിഴങ്ങ? അത് കിഴങ്ങുണ്ട്. അതിനെയാണ് വട എന്ന് പറയുന്നത്, ഇതിനാണ് പാവ് എന്ന് പറയുന്നത്. ഇത് ഇന്നലെ മറ്റേ ബാൻഡേജിനെ പട്ടീന്ന് വിളിച്ച അവസ്ഥയാണ്. आनंद ग्रीन धनिया को क्या बोलते हो? कोरिएंडर. ओ कोरिएंडर जमाला കൈപ്പ് ചട്നി കുഴപ്പമില്ല. ഇത് തന്നെ കുഴപ്പമില്ല, മറ്റേ അതിന് അത്രയ്ക്ക് എരിവില്ല. ഇന്ന് മൊത്തം സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോവാ, അതുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ചേർത്ത്. ബാക്കിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കിത് നടന്ന് ആസ്വദിക്കാം. വണ്ടിയിൽ നടക്കുമ്പോൾ വണ്ടി പോകുമ്പോൾ അതിൻ്റെ ഒരു ഫീല് കിട്ടത്തില്ല, നമുക്കെല്ലാം കണ്ടുപോകാൻ. ഇതാകുമ്പോൾ അത് കണ്ടുപോവാം. അതാകുമ്പോൾ എനിക്ക് മറ്റേ ബാക്കിലത്തെ POV ഷോട്ട്സ് എടുക്കാനും പറ്റും. മൊത്തം ബിൽഡിങ്ങും മരവും എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുക ദീപാവലിക്ക്. മയിലോ? ഓ, ലൈറ്റ് ഉണ്ടോ? അവൻ ആടെ കീഴെ കൂടെ വണ്ടി എടുക്കാൻ വേണ്ടി പോയത് അല്ല, അവൻ വണ്ടി എടുത്തത് അവൻ കാലിൻ്റെ കീഴെ കൂടെ വണ്ടി എടുത്തോണ്ട് പോയത്. പടക്കം പൊട്ടിയത്. ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ മാത്രമേ ഇവർ എന്ത് വാ നടക്കാം അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും ചിലപ്പോൾ. ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ അല്ല ഓഫ് ആക്കുമ്പോൾ അവർ മറ്റേ റോക്കറ്റ് ലോഞ്ച് ചെയ്യും. ഓഫ് ആക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി തീർന്നു പോകത്തില്ല ഓണാക്കി വെച്ചാൽ. പെട്ടെന്ന് പോകും. മണ്ടയ്ക്ക് ഷെയ്ഡ് പൊട്ടിച്ചോ? ഇല്ല. എല്ലായിടത്തും പടക്കം പൊട്ടിയില്ല. ഒന്നുകൂടെ പൊട്ടിക്കാവോ? ഞാൻ മാനത്തോട്ട് നോക്കിയാ നടപ്പ്. കണ്ടോ, ഞാൻ ഓൺ ആക്കിയതിന് ശേഷം ഇന്ന് ഇതുവരെ ഒരു റോക്കറ്റ് ഒരു അവന്മാർ ലോഞ്ച് ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ നടന്ന് ലോ ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് സിന്ധി മാർക്കറ്റ് അല്ലേ, സിന്ധി മാർക്കറ്റ്. അപ്പോൾ ഇത് ലോ ഗാർഡൻ. ഇവിടെ മൊത്തം ഡ്രസ്സാണോ? അതാണ് വ്യത്യാസം. കൂടുതലും ഡ്രസ്സല്ലേ? അതെന്തുവാ? ചനിയാചോലി എന്ന് പറഞ്ഞാൽ നവരാത്രിയുടെ സമയത്തിടുന്ന ട്രഡീഷണൽ. ഓക്കെ. ഇത് കൂടുതലും ഡ്രസ്സ്, ജ്വല്ലറീസ് അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ. ഇവർ ഇത്ര നേരം തപ്പിയപ്പോൾ വന്നില്ല. ഞാൻ ക്യാമറ എടുത്ത് കാണിച്ചപ്പോൾ അവർ അകത്തുനിന്ന് നല്ല ഡ്രസ്സ് എടുത്ത് തന്നു. നമ്മൾ മാർക്കറ്റിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി. ഓ, ഇത് മറ്റേ സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ? സ്വീറ്റ് പൊട്ടറ്റോ. പടക്കങ്ങളെല്ലാം തീർന്നു കേട്ടോ. നമ്മളിവിടെ ഷിക്കഞ്ചി മസാല ലൈം വാട്ടർ. വെള്ളം പറയത്തില്ല. അന്നത്തെ മസാല ചേർത്തിട്ടുണ്ട്. അല്ല
അവർ ഐസ് പൊടിച്ചിട്ടേക്ക് അകത്ത്. ചൂട് അത്രയ്ക്കില്ല, പക്ഷെ ഹ്യൂമിഡിറ്റി ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഞാൻ പിന്നെ ജന്മന വേർത്തൊലിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് എനിക്കിത് ആശ്വാസമാണ്. മസാലയും ലൈമും അതന്നെ. ഇത് ദീപാവലിൻ്റെ തിരക്കല്ല കേട്ടോ, ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഞാൻ ആദ്യം വിചാരിച്ചത് ദീപാവലിൻ്റെ തിരക്കാണെന്ന്. ഇത് കുറവാണോ? അവിടെ അങ്ങോട്ട് പോകുന്നേ കമ്മല്. ഒരിടത്ത് ഡ്രസ്സ് മാത്രം, ഒരിടത്ത് ഫുഡ് വെയർ മാത്രം, പിന്നെ ഒരിടത്ത് ഭക്ഷണം മാത്രം. അത് കൊള്ളാം. എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കുളമാക്കിയിട്ടില്ല. ഇനി നമുക്ക് തിരിച്ച് വണ്ടിയിൽ അങ്ങോട്ട് നടന്നു പോകാം. സിന്ധു ഭവനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ഒരു ടൈപ്പ് മാർക്കറ്റ് ഏരിയ. വേണ്ട എല്ലാവരും റോഡിലിരുന്ന് പടക്കം പൊട്ടിക്കുന്നത്. പുള്ളിക്കാൻ അവിടെ വന്നിട്ട് സ്ലോ മോഷൻ കാണിക്കുന്നു. ഇവിടുത്തെ ഓരോ ഡ്രൈവറിൻ്റെ മൊത്തം പുഹ ഇവിടെ. ഇതിൻ്റെ അല്ല, മഞ്ഞല്ല, പടക്കം പൊട്ടിച്ചിട്ടുള്ളതാ. കണ്ടോ, നോക്കാതെ അങ്ങ് വരിക ഇവരെല്ലാവരും റോഡിൽ കൂടെ. വണ്ടി വരുന്ന കണ്ടാലും അങ്ങ് നടന്നു വരും. സിഗ്നൽ സിഗ്നൽ സിഗ്നൽ. ഇത് കണ്ടോ, ഒരു ദർഗ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുണ്ട്. എന്ത് ഭംഗിയായിട്ടാണെന്ന്. ദർഗ. ഓ, നമ്മൾ ഇവിടെ വരെ എത്തിയല്ലേ. ഇവിടെയാണ് മെട്രോ സ്റ്റേഷൻ എൻഡ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റേഷൻ ഇവിടെയാ. എൻ്റെ ഹോട്ടലിലായിരുന്നോ നമ്മൾ ഹോസ്റ്റൽ കഴിഞ്ഞിട്ട് മാറിയത്? അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു അവിടെ ഒരു മെട്രോ ഉണ്ടെന്ന്. ആ മെട്രോ സ്റ്റേഷൻ അതായിരുന്നു സ്റ്റാർട്ടിങ്. ഇത് എൻ്റെ ലാസ്റ്റ് മെട്രോ സ്റ്റേഷനാ. ആ ഉണ്ടോ, അവൻ എന്തോ പൊട്ടിച്ച്. പോ 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 പോ. സ്റ്റോപ്പ് ചെയ്യുന്ന വേറെ, അതാ ഞാൻ പറഞ്ഞു. വസ്ത്രാലിന് ഇങ്ങോട്ട് നമ്മുടെ വേണ്ട മണ്ടയ്ക്ക് പടക്കം. വസ്ത്രാല് നമ്മൾ നിന്ന് എൻ്റെ ഹോട്ടലിൽ ഇരുന്നത്. ഓക്കെ, അതിന്റെ നടുക്കുന്ന് ഓക്കെ. എനിവേ പ്ലസ് സൈനിലാണ് ഇവിടുത്തെ മെട്രോന്റെ ഡിസൈൻ ഉണ്ടായിരിക്കുന്നത്. മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. അഹമ്മദാബാദ് മെട്രോ മാപ്പ് നടിച്ചു നോക്കി കഴിഞ്ഞാൽ അന്നത്ത് വരും. മൊത്തം പടക്കം പൊട്ടിച്ചിട്ട് പുകയായിട്ടിരിക്കുക. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടത്? ക്യാമറ കൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സെലിബ്രേഷൻ ഒക്കെ ആണ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ റിസ്ക്കും ഉണ്ട് ഈ ടൂ വീലറിൽ ഓടിക്കുന്നവർക്ക്.
ഇവര് കണ്ണും മൂക്കും നോക്കാതെയാണ് പടക്കം എടുത്ത് എറിയുന്നത് റോഡിലോട്ട്. ഇപ്പൊ നമ്മുടെ മണ്ടക്കോട്ടൊരു പൊട്ടാസ് വീണതിന്. എന്റെ പൊന്നു, ഒരു മര്യാദ വേണ്ടേ? ഇതാണോ ടൈം സ്ക്വയർ? ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാം എൻജോയ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ ഒരുത്തർ ഒരു പട്ടാസ് എടുത്ത ഒറ്റ എയർ. ഓക്കെ, അവൻ കണ്ട് കാണത്തില്ല, എന്നാലും ഒരു മര്യാദ വേണ്ടേ റോഡിലോട്ടൊക്കെ എറിയുമ്പോ? അത് കണ്ട അവിടെ മൊത്തം പടക്കം പൊട്ടിയില്ല. നല്ല രസമുണ്ടല്ലേ? നീ ഓണേരി. അങ്ങനെ നമ്മൾ സിന്ധു ഭവൻ റോഡിലെത്തി. ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ? നല്ല ട്രാഫിക്കാ ഇവിടെ, മാർക്കറ്റ് ഏരിയ. ഒരു ഫ്രണ്ടിലോട്ട് നീക്കിക്കൊണ്ടേരി. ബാക്കിലത്തെ ട്രക്ക് കേറ്. എന്ത് ഭംഗിയായിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന. വെൽക്കം ടു സിന്ധു ഭവൻ റോഡ് എന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നു. ഏതാ ഇതാണോ സ്ഥലം? ഗോട്ടില ഗാർഡൻ. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഗോട്ടില ഗാർഡനിലോട്ട് കയറാൻ പോവാ. ഇത് കണ്ടോ, ആനേൻ്റെ പേപ്പറും ലൈറ്റ് വെച്ചുണ്ടാക്കുന്നത്, തുണിയും ലൈറ്റും വെച്ച്. ആനേനെ തൻ്റെ കുട്ടി ആനേനെ ഉണ്ടാക്കി. എല്ലാം എൻട്രൻസ് ആയിരിക്കും. ഇത് ദീപാവലിന്റെ ആണോ അതോ? ഗാർഡൻ അടച്ചിട്ടേക്കുവാണോ? ഗാർഡൻ അടച്ചിട്ടേക്കുക. ഓ, അങ്ങോ അകത്തോട്ടില്ല. ഓ, അങ്ങോട്ട് അകത്തോട്ടില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. എല്ലാം ലൈറ്റ് കത്തിച്ച് ബ്രൈറ്റ് ആക്കി വെച്ചിരിക്കുക. ഇവന്മാരാണോ കത്തിച്ചു വിടുന്നേ? ആ അടി, ഇവന്മാരാ കത്തിച്ചു വിടുന്നത്. ഫുഡ് സ്റ്റോൾസ്. ഇതൊരു ഫുഡ് സ്റ്റോൾസ് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഓ, അകത്തോട്ട് കയറണ്ടേ? അകത്ത് ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ടോ, കൊള്ളാലോ. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. നല്ല ആംബിയൻസ് അല്ലേ? ഇല്ല, ഐസ് റോൾ ഇല്ല. മറ്റേ അവര് അടിച്ചടിച്ചടിച്ച് ഇത് ചെയ്യുന്നല്ലേ? ഇല്ല.
ഞാൻ ഇപ്പോഴല്ലേ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങിയത്. ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഷുഗറേ ഇല്ലായിരുന്നല്ലോ. ട്രാവൽ തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ ഷുഗർ പിന്നെയും കഴിക്കാൻ തുടങ്ങിയത്. മുമ്പ് ഷുഗർ എന്ന് പറയുന്ന സാധനമേ ഞാൻ എടുക്കത്തില്ലായിരുന്നു. കാരണം ഇപ്പം ഞാൻ ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി മൊത്തം വീക്കായി പോവും. ഞങ്ങളിവിടെ ചോലെ ഭട്ടൂരയാ ഞാൻ പഠിക്കുന്നുണ്ട് കേട്ടോ, പയ്യെ കണ്ട് ഒരു നാൾ ഞാനും ഹിന്ദി സംസാരിക്കും. ചോലെ ഭട്ടൂര മേടിച്ചിട്ടുണ്ട്, അത് കഴിച്ചോണ്ട് ഞാൻ 3 വർഷമായിട്ട് നിന്നെ കഷ്ടപ്പെട്ട മലയാളം പഠിപ്പിച്ച മര്യാദയ്ക്ക്. ഈ കൊച്ച് ഞങ്ങളുടെ കോളേജിൽ കയറാൻ നേരത്ത് മലയാളത്തിൻ്റെ ആ ഈ പോലും അറിയത്തില്ലായിരുന്നു. അതിനെ 3 വർഷം കൊണ്ട് ഞാൻ അവളെ പഠിപ്പിച്ചത്. ഇവിടെ എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ നോക്കിയപ്പോൾ നമ്മൾ മലയാളികളല്ലേ, നമ്മൾ മലയാളം പഠിപ്പിക്കും അങ്ങോട്ട്. അതാണ് നമ്മുടെ ലെവല്. നമ്മൾ വേറെ ലെവലാണ് ഗൈസ്. മണ്ടയ്ക്കുള്ള ക്രാക്കേഴ്സും കണ്ടുകൊണ്ട് നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കഴിച്ചു. ഇനിയും എങ്ങോട്ടാ ഇനി പോന്നേ? ഓ, പിസ്സ കഴിക്കാൻ വേണ്ടി എങ്ങോട്ടോ പോവാണ്. ഞാൻ വണ്ടി എടുക്കുമല്ലേ, നീയാണോ എടുക്കുന്നത്? വണ്ടി ഞാൻ നിർത്തട്ടെ ആദ്യം. ഒരു വണ്ടിയും കൂടെ ഉള്ളു, വെയിറ്റ്. ഓക്കെ, തിരിച്ചോ. അങ്ങനെ നമ്മൾ പൊട്ടി. ഞാൻ ഇറങ്ങട്ടെ. ഇവിടെ എത്തി. അങ്ങനെ നമ്മൾ പിസ്സ കഴിക്കാൻ വേണ്ടി എത്തി. പാവം കൊച്ച അതുപോലെ അറിയാതെ അവിടെ നിൽക്കുക. അങ്ങനെ നമ്മൾ പിസ്സ കഴിക്കാൻ എത്തിയല്ലോ. അകത്തേട്ട് പിസ്സ കഴിക്കാം. പിസ്സ. അയ്യോ, നമ്മളിപ്പോ ആലിസ് ബ്രിഡ്ജ് അല്ലേ? ആലിസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഓ ലൈറ്റ് ഓഫ് ചെയ്തല്ലേ? ഇവിടെ മൊത്തം ലൈറ്റിന്റെ ഇതുണ്ട്, പക്ഷെ അവർ ഓഫ് ചെയ്തു. ഓ, അതും ഓഫ് ചെയ്തു. രാത്രി 1 മണിയായി, അതായിരിക്കും അവർ ഓഫ് ചെയ്തത്. ദീപാവലി നൈറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനൊരു പുതിയ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരും. നാളെ എന്ന് പറയുമ്പോൾ അടുത്ത അപ്ലോഡിങ് ഡേറ്റ് അത് എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അടുത്ത വീഡിയോയിൽ ഉടനെ വരുന്നതായിരിക്കും. കാത്തിരിക്കുക, കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എന്നല്ല, ഗുഡ് മോർണിംഗ്. രാവിലെ ഇപ്പോൾ എത്ര മണി? 1:30 ആയില്ലേ? 1:30 2 മണിയൊക്കെ ആകാനായി. അപ്പോൾ ശരിയാണ്. ഓക്കെ, ബൈ.